നോർക്ക ID കാർഡിനെ കുറിച്ചിട്ട് പല ആളുകളും നമ്മുടെ 2-3 വീഡിയോ കണ്ടിട്ട് സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിനായിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഈ നോർക്ക ID കാർഡും ഈ പ്രവാസി വെൽഫെയർ ഫണ്ടിൻ്റെ ഒരു പെൻഷൻ പദ്ധതിയുണ്ട് കേരള സർക്കാരിന്. ഇത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചിട്ട് നിരവധി ആളുകൾ ഡെയിലി വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രവാസി വെൽഫെയർ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ പെൻഷൻ പദ്ധതിയാണ് മെയിനായിട്ട് അതുകൊണ്ട് കേരള സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിസ, മറ്റേ പാസ്പോർട്ട് തുടങ്ങിയവയെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പെൻഷൻ പദ്ധതിയാണത്. അപ്പോൾ അത് നിങ്ങൾക്ക് വിദേശത്ത് 5 വർഷമെങ്കിലും ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അത് 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഈ പ്രവാസി വെൽഫെയർ പെൻഷൻ എന്ന് പറഞ്ഞൊരു സ്കീം. അപ്പോൾ അതും ഈ നോർക്ക ID കാർഡും രണ്ടും ഡിഫറൻ്റാണ്. ഈ നോർക്ക ID കാർഡ് ഉള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ നോർക്ക കെയർ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ നോർക്ക കെയർ ഇൻഷുറൻസിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അതിൽ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. ഈ നോർക്ക ID കാർഡിൻ്റെ വാലിഡിറ്റി വരുന്നത് 3 വർഷമാണ്. അപ്പോൾ ഈ നോർക്ക ID കാർഡ് ഉള്ള ആളുകൾക്ക് മാത്രമേ നോർക്ക കെയറിൻ്റെ ഇപ്പോൾ നിലവിലുള്ള 18 മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എടുക്കുന്ന ഇൻഷുറൻസ് സ്കീമിൽ അംഗമാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ ഇൻഷുറൻസ് സ്കീമാണ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഇൻഷുറൻസാണ് ഈ നോർക്ക കെയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ഫാമിലിക്ക് 13,810 രൂപയും അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വലായിട്ട് എടുക്കുന്ന ആൾക്ക് 8,000 ചില രൂപയുമാണ് ഇതിൻ്റെ പ്രീമിയം വരുന്നത്. അപ്പോൾ ഇതിൽ നിലവിലെ അസുഖങ്ങളുണ്ടെങ്കിലും കവറാവും. അത് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയതുകൊണ്ട് കവറാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻഷുറൻസിൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സൈറ്റിൽ കുറേ ഇഷ്യൂ ഉള്ളത് മൂലം നമുക്കിപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുകയില്ലായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ പിന്നെയും അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സർക്കാരുടെ പ്രവാസി ID കാർഡിന് അപേക്ഷിക്കുവാനായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ നിങ്ങളുടെ വിസയ്ക്ക് 6 മാസത്തെ കാലാവധി ഉണ്ടായിരിക്കണം. നിലവിൽ ആൾ പ്രവാസി ആയിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, ബാക്ക് പേജിൻ്റെ കോപ്പി, ഒരു ഫോട്ടോ, ഒരു സിഗ്നേച്ചർ, ഇത്രയും സാധനങ്ങളാണ് പ്രവാസി ID കാർഡ് എടുക്കുവാനായി വേണ്ടുന്നത്. അപ്പോൾ ഈ പ്രവാസി ID കാർഡ് നേരത്തെ ഉള്ള ആളുകൾ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, അത് കൊണ്ടുവന്നാൽ മതിയോ? അപ്പോൾ അത് നമുക്ക് കാണാതെ അത് പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ പഴയ പ്രവാസി ID കാർഡിലെ നമ്പർ നമ്മൾ ഈ സിസ്റ്റം വഴി നോക്കുമ്പോൾ അതിൽ OTP വരികയാണെങ്കിൽ മാത്രമേ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നോർക്ക കെയറിൻ്റെ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ 3 വർഷത്തിന് മുകളിൽ ഈ പറഞ്ഞതുപോലെ കാലാവധി ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ID കാർഡ് എടുക്കുക. പുതിയ ID കാർഡ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് സ്കീമിൽ അംഗമാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പുതിയ ID കാർഡ് എടുക്കുവാനായും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെടാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാൽ ഞങ്ങളത് പറഞ്ഞു തരും. നിരവധി ആളുകൾ ഇത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ.